പാറ്റകൾക്കൊപ്പം ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ലഡാക്കിൽ നിന്ന് വണ്ടി കയറുമ്പോൾ വാങ്ചുക് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുമായിരുന്നില്ല. തിരിച്ചുള്ള യാത്ര വന്ദേ ഭാരതിലായിരിക്കും. ആ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള തന്റെ ആ ഒരു ഇമേജ് ഒക്കെ മാറും എന്ന്. എന്തായാലും തന്റെ മടക്കയാത്ര ഇപ്പോൾ വന്ദേ ഭാരതിൽ തന്റെ മടക്കയാത്ര ആസ്വദിച്ച് എത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമൊക്കെ ഇന്ത്യൻ റെയിൽവേക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരതിലെ യാത്ര തന്റെ മനസ്സ് നിറച്ചു, താൻ ഒരുപാട് ആസ്വദിച്ചു. എന്നാൽ ഒരു സമരവും അതിനുശേഷം ചികിത്സയും ഒക്കെ ശേഷം ശരീരവും മനസ്സും ഒക്കെ വല്ലാതെ ടയേർഡായിരിക്കുന്ന സമയത്ത് വന്ദേ ഭാരതിലെ ഈ യാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടല്ലാതെ മറ്റാരോടാണ് നന്ദി പറയേണ്ടത്? എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുമ്പോഴും ഒരു ശകലം പേടി പാറ്റകളോടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിള്ളേരെ നോക്കിക്കോണം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ദില്ലിയിലെ സമരത്തിനും ചികിത്സയ്ക്കും ശേഷം ലഡാക്കിലേക്ക് മടങ്ങുന്നതിനിടെ ഇന്ത്യൻ റെയിൽവേയും വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിനെയും വാനോളം പ്രശംസിക്കുകയാണ് പ്രമുഖ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്. ദില്ലിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരതിലെ തന്റെ യാത്ര തികച്ചും മനോഹരമായ അനുഭവമായിരുന്നു എന്നും ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ വാങ്ചുക് പറയുന്നു. യാത്രകൾക്ക് താൻ എപ്പോഴും മുൻഗണന നൽകുന്നത് ട്രെയിനുകൾക്കാണ് എന്ന് പറഞ്ഞ വാങ്ചുക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലങ്ങളിൽ ഒന്നായ ചെനാബ് പാലത്തിലൂടെയുള്ള യാത്ര നേരിട്ട് കാണാൻ സാധിച്ചത് തികച്ചും കൗതുകകരവും അഭിമാനം നൽകുന്നതുമായ നിമിഷമായിരുന്നുവെന്നും പറഞ്ഞു. ജമ്മു കാശ്മീരിൽ എത്തിയ ശേഷം ഒരു രാത്രി അവിടെ വിശ്രമിച്ചാണ് അദ്ദേഹം ലഡാക്കിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ വൻ മുന്നേറ്റത്തെ പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഒരു സുപ്രധാന അഭ്യർത്ഥനയും വാങ്ചുക് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ റെയിൽവേ സംവിധാനത്തെക്കുറിച്ച് തനിക്ക് എത്രത്തോളം അഭിമാനമുണ്ടോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമ്പോഴും അഭിമാനം തോന്നണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികളോ FIR രജിസ്റ്റർ ചെയ്യില്ല എന്ന് സർക്കാർ നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കപ്പെടണമെന്നും വാങ്ചുക് ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ യുവതലമുറയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് വാങ്ചുക് പറഞ്ഞു. പരീക്ഷാ സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കാൻ പാർലമെന്റിൽ പുതിയ ബിൽ അവതരിപ്പിച്ചതിനെയും വാങ്ചുക് സ്വാഗതം ചെയ്തു. ഇന്ത്യയെ കൂടുതൽ കരുത്തുറ്റ രാജ്യമാക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. എന്തായാലും ലഡാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിനേക്കാൾ മനോഹരമായിരുന്നു മടക്കയാത്ര. മടക്കയാത്രയിൽ കാണുന്നത് ഓരോന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമ്മാനിച്ച നേട്ടങ്ങളാകുമ്പോൾ ഒന്നുകൂടി വാങ്ചുക് എന്തായാലും ആലോചിക്കും, പാറ്റകൾക്കോ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്ന ഈ സമരം വേണ്ടിയിരുന്നോ എന്ന്. പക്ഷേ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് സമൂഹം ഒന്നടങ്കം നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഓരോ ആവശ്യവും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ആ ആവശ്യം വളരെ നീതിപൂർവ്വമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അത് വളരെ സുതാര്യമാണ് എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നാൽ വിദ്യാർത്ഥികളെ മുന്നിൽ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ട് ഒരു സർക്കാരിനെ, ഒരു ഭരണകൂടത്തെ താഴത്തു വീഴിക്കാനുള്ള കുതന്ത്രമാണ് അതിന് പിന്നിൽ എങ്കിൽ ആ വിദ്യാർത്ഥികളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇതിന്റെ മറുവശം എന്നാണ്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നല്ലോ, ഒരു വിഷയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും ഇതിനെ നമുക്ക് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം ഈ ഒരു വിഷയത്തിൽ വിലയിരുത്തുന്നത്. വിദ്യാർത്ഥികൾ അവർ വളർന്നു വരുന്ന സമൂഹമാണ്. അവർ തന്നെയാണ് നാളെ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായി മാറേണ്ടവർ. അവർക്ക് വേണ്ട നീതിയുള്ള എല്ലാ സംഗതികളും അക്സെപ്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും അനുവദിച്ചു കൊടുക്കുകയും വേണം. പക്ഷെ അതിലൂടെ ഒരു ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള കുതന്ത്രത്തിന് ആർക്കെങ്കിലും കൂട്ടുനിൽക്കാനാണ് വിദ്യാർത്ഥി സമൂഹം തയ്യാറാകുന്നതെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ അതിനുവേണ്ടി ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും അജ്ഞാത ശക്തികൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെ എതിർത്ത് നിൽക്കേണ്ടത് ഓരോ പൗരന്റെയും ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.